ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിതാ ഒരു മാക്സിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മാക്സി കാണിച്ചാൽ നിങ്ങളായിരിക്കും ഇതെന്തോളം ഈ മാക്സിയും കാണിച്ചു നിന്നിന്. നമുക്ക് ഈ മാക്സിയെ കട്ടാക്കിയിട്ട് ഒരു ടോപ്പ് ആക്കിയിട്ട് മാറ്റാൻ നല്ലൊരു മോഡേൺ ആയിട്ടുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺ ടോപ്പാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. എന്താ വെച്ചാൽ നല്ലൊരു ഭംഗിയുള്ള മാക്സിയാണ്. ഇതെൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഉപയോഗിച്ചതാണ്. ഇത് നോക്കുന്നേരം ഫീഡിങ് ഫ്രണ്ട്ലി അല്ല, അപ്പോൾ നല്ല സുഖമുള്ള തുണിയാണ്. അപ്പോൾ നമുക്കൊരു ടോപ്പാക്കി മാറ്റാം. ആദ്യം തന്നെ ഇതിൻ്റെ സ്ലീവ്, അതുപോലെ അതിൻ്റെ താഴ്വശം, നെക്കിൻ്റെ വശം എല്ലാം നമുക്കൊന്ന് കട്ടാക്കി സ്റ്റിച്ച് കഴിച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ, എല്ലാ വശവും. എന്നിട്ട് നമുക്ക് വേഗം തന്നെ വേഗം മാർക്ക് ചെയ്തിട്ട് വേഗം തന്നെ കട്ടാക്കി എടുക്കാം. നോക്കിയതാ സ്ലീവെല്ലാം ഞാൻ തുന്നി കഴിച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ 2 ലേസിൻ്റെ പീസ് കണ്ട അവിടെ, അത് നെക്കിൻ്റെ ആ വശത്തു നിന്ന് കിട്ടിയതാണ്. പിന്നെ ഞാൻ വിചാരിച്ചത് ഈ ആവശ്യമുണ്ട് എടുക്കാം. പിന്നെ ഇതാ താഴ്വശം, പിന്നെ ഇതാ ഈ ഒരു പീസാണ് എക്സ്ട്രാ വന്നിട്ടുള്ളത്. അത് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാൻ എടുക്കുക കേട്ടോ, ഈ ഒരു പീസ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും തന്നെ നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. ഇതെന്ന് വെച്ചാൽ എനിക്ക് കളയാനേ തോന്നില്ല, നല്ല പുതിയൊരു നൈറ്റിയാണ്. അത് മാത്രമല്ല നല്ല സുഖമുള്ള തുണി. നമുക്ക് ചില ഡ്രസ്സുകളോട് ഉണ്ടാവില്ല ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം, അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ടൊരു തുണിയാണ്. അത് മാത്രമല്ല ഇതിൻ്റെ പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചുരിദാറിൻ്റെ ടോപ്പിൽ രണ്ട് ഇത് ബാക്കും ഫ്രണ്ടും ഒരുമിച്ചിട്ട് വെച്ചിട്ടില്ലേ മടക്കുക. ഇതിപ്പോൾ ഞാൻ മടക്ക് നോക്കിയാൽ ആദ്യം തന്നെ ഇതാ ബാക്ക് പീസാണ് ഇത്, അതൊന്ന് മടക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫ്രണ്ട് പീസും ഇതുപോലെ തന്നെ മടക്കി വെക്കുക. ഇപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ബാക്കും ഫ്രണ്ടും വേറെ ആയിട്ട് കട്ട് ചെയ്തെടുക്കണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നോക്കിയാൽ ഇത് എത്രയാണോ ലെങ്ത്തുള്ള അത് വെക്കുക. ഇതിപ്പോൾ ഞാനൊരു മുട്ട് വരെയുള്ള ലെങ്ത്തുള്ള ടോപ്പാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ മുകളിലെ വശം ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക, ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചൊരു വലിപ്പക്കുറവെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നോക്കിയേ 3 ഇഞ്ച് എത്രയാണോ വേണ്ടത് അത് കറക്റ്റ് മാർക്ക് ചെയ്യും. ഇപ്പോൾ 6 ഇഞ്ച് വേണമെങ്കിൽ അതിൻ്റെ നേരെ പകുതി 3 ഇഞ്ച്. അപ്പോൾ ഇതിൽ കുറക്കുന്നില്ല കേട്ടോ, ഇത് കറക്റ്റ് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പൈപ്പിങ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ഇഞ്ച് വീതിയും 3 ഇഞ്ച് എന്ന് വെച്ചാൽ നിവർത്തിക്കാൻ 6-നായി. അതിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒരു വി, അങ്ങനെ കറക്റ്റ് വി അല്ല, ഒരു ജസ്റ്റ് ഒരു ആലില നെക്ക് എന്നെല്ലാം പറഞ്ഞ പോലത്തെ ഒരു നെക്കാക്കിയിട്ടുണ്ട്. പിന്നെ 7 ഇഞ്ച് ഷോൾഡറും അതുപോലെ 7 ഇഞ്ച് കൈക്കുഴിയും കൂടി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ആം ഹോള്. നോക്കിയേ. എന്നിട്ട് ഇനി അടുത്തത് വേണ്ട വെച്ചാൽ നമുക്ക് ചെസ്റ്റ് റൗണ്ടില്ലേ, ചെസ്റ്റ് റൗണ്ട് ഇവിടെ 10 മാർക്ക് ചെയ്യുന്നത്. 10 + 1.5 തയ്യൽ തുമ്പും കൂടി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊക്കെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് കൈക്കുഴിയെല്ലാം ഞാനവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തീരെ എന്താ വെച്ചാൽ ഇതിൻ്റെ റെഡെല്ലാം അടങ്ങിയ പ്രിൻ്റെല്ലാം ആയതുകൊണ്ട് തന്നെ ഞാൻ അടയാളപ്പെടുത്തി തീരെ മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതാ എനിക്കൊരു നീല ഒരു ചോക്ക് കിട്ടിയിട്ടുണ്ട്, ചെറിയൊരു പീസാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കറക്റ്റ് ഇതാ മാർക്ക് ചെയ്ത് കാണിച്ചത്. അതിൻ്റെ കൂടെ ഇതാ ബാക്ക് നെക്ക് 2.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 2.5 ഇഞ്ചാണ് അതിൻ്റെ നീളം. അപ്പോൾ വീതി നമ്മൾ 6 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്താൽ തന്നെ 2.5 ഇഞ്ച് അതിൻ്റെ നീളം കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷോൾഡർ 7 ഇഞ്ചും ഇതാ കൈക്കുഴി നോക്കിയേ അതും 7 ഇഞ്ച് മാർക്ക് ചെയ്ത്. അപ്പോൾ ഇതെല്ലാം ഇവിടെയെല്ലാം കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നോക്കിയേ ഇതാ ഇവിടെ 10 ഇഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 10 ഇഞ്ച്, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്നല്ലേ കട്ട് ചെയ്യുന്നത്. നിങ്ങൾ കറക്റ്റ് ഇനിയുള്ള ഭാഗം കറക്റ്റ് നോക്കുക. വളരെ സിമ്പിളാണ്, കുറച്ച് ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് നല്ല മോഡേൺ ആയിട്ടുള്ള ടോപ്പ് നമുക്ക് തന്നെ തയ്ച്ചെടുക്കാം. എത്ര തയ്ക്കാൻ അറിയാത്തവർക്കും ഇത് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നെക്ക് വശം മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. എന്നിട്ട് നമ്മളൊരു 6 ഇഞ്ച് താഴെ കൈക്കുഴിൻ്റെ അവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, അവിടെ നിന്ന് ഒരു 6 ഇഞ്ച് താഴെ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഷേപ്പിൻ്റെ ഒരു വശമില്ലേ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ ആ 10 ഇഞ്ചില്ലേ, ആ 10 ഇഞ്ചാണ് അവിടെ വരേണ്ടത്. 10 ഇഞ്ചും + 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി അവിടെ മാർക്ക് ചെയ്ത്. എന്നിട്ട് ഇത് നോക്കിയതാ നമ്മുടെ തട്ടയിൽ നമ്മുടെ കൈക്കുഴിൻ്റെ അളവിൽ 7 ഇഞ്ച് അത് ലാസ്റ്റ് ഭാഗം മാർക്ക് ചെയ്ത് 7 ഇഞ്ചിന് ശേഷം ഒരു മാർക്ക് കൊടുത്തിട്ട് ഷേപ്പിൻ്റെ ഒരു പോയിൻ്റിൽ നിന്ന് അങ്ങോട്ടേക്കൊരു ചെരിച്ചിട്ടൊരു വര കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്ലീവ് അത്ര വരെ ഞാൻ എടുക്കുന്നുണ്ട്. കൈക്കുഴിയിൽ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാർക്ക് ചെയ്താണ്. ഇതിപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എനിക്ക് വേണ്ടത് വെച്ചാൽ 40 + 1.5, അപ്പോൾ 41.5 എടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിൻ്റെ ഭാഗം എനിക്ക് 35 വേണ്ടത്. അപ്പോൾ 35 + 1.5 36 ഇരയാണ് ഫ്രണ്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 41.5 അതിൽ നിന്ന് 5 ഇഞ്ച് മേലോട്ടേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് കറക്റ്റ്. അപ്പോൾ മേലെ നിന്ന് അളക്കുന്നേരം 35.5 തന്നെയാണ് കറക്റ്റ് വരുന്നത്. അപ്പോൾ 5 ഇഞ്ച് കുറവ്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ബാക്കിനേക്കാളും
ഫ്രണ്ടിൻ്റെ വീതി അല്ല ഫ്രണ്ടിലെ ലെങ്ത്ത് 5 ഇഞ്ച് കുറവാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാം ഈ ഒരു ഫ്രണ്ട് പീസിൽ തന്നെയാണ് ഇത് മൊത്തം ഞാൻ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇനി കട്ട് ചെയ്യുന്ന നേരം ബാക്ക് വേറെയും ഫ്രണ്ട് വേറെയായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് അല്ല ഫ്രണ്ടിൻ്റെ പീസിൽ തന്നെയായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ള. ഇനി ഇതാ ഫ്രണ്ടിൻ്റെ ആ പീസില്ലേ, അപ്പോൾ ഞാൻ 5 കുറച്ചിട്ടല്ല മാർക്ക് ചെയ്ത 36 മാർക്ക് ചെയ്ത അവിടെ നിന്ന് 4 ഇഞ്ച് മുകളിലായിട്ട് വീണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക, ഫ്രണ്ടിലേക്ക് റൗണ്ടാക്കി കൊടുക്കുക. അതിന് 4 ഇഞ്ച് ആ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് തന്നെ ബാക്കിലേക്ക് റൗണ്ടാക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു പോയിൻ്റ് കറക്റ്റായിരിക്കണേ വരേണ്ടത്. നോക്കി ഞാൻ കാണിച്ചു തരാം. ഇതാ ആ പോയിൻ്റിൽ നിന്ന് ഇതാ കറക്റ്റ് ബാക്കിൽ ഞാൻ 41.5 എടുത്തതാ അവിടത്തേക്ക് ഇങ്ങനെ റൗണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്നേരം കറക്റ്റ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ സ്റ്റിച്ചിങ് അറിയെങ്കിൽ നമുക്ക് വേണ്ടാത്ത തുണികളുണ്ടെങ്കിൽ ഓരോരോ മോഡൽ ട്രൈ ചെയ്യുക. ചിലപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കാവും. ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാക്സി ഗൾഫ് മാക്സിയാണ്. പക്ഷേ അതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം നോക്കുന്നേരം ഒരു കൈ വലുതും ഒരു കൈ ചെറുതുമായിട്ടുള്ള പെർഫെക്റ്റ് ഒന്നുമല്ല കേട്ടോ. ഇതിപ്പോൾ ഇതാ ഷോൾഡർ സ്ലോപ്പ് ഒരു 1/2 ഇഞ്ച് ചെരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്കിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ ഈ നമ്മുടെ ഈ തറ്റക്കുന്ന ഒരു 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി എല്ലാ വശവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളാണ്, സ്റ്റിച്ച് ചെയ്യാനും എല്ലാം തന്നെ വളരെയധികം സിമ്പിളാണ്. ഇതാ ആദ്യം തന്നെ ബാക്ക് വശമാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നത്. നോക്കിയേ, ഇതാ ബാക്ക് വശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ അവിടെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഫ്രണ്ട് പീസ് പൊന്തിച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്ക് പീസ് മടക്കി വെച്ച് എന്നിട്ട് വേണം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നോക്കിയതാ ബാക്ക് പീസ് തട്ടാതെ കട്ട് ചെയ്യണേ. ബാക്ക് കട്ട് ചെയ്തിട്ട് ഫ്രണ്ടും ഇതുപോലെ തന്നെ കട്ട് ചെയ്തതിന് ബാക്കും ഫ്രണ്ടും രണ്ടും കൂടി കട്ട് ചെയ്ത് ഒരേ ലെവലായിപ്പോൾ. അപ്പം ബാക്ക് കുറച്ച് വലിപ്പം കൂടുതലും ഫ്രണ്ട് വലിപ്പം കുറച്ച് കുറവുമായിട്ടാണ് ഇത് ചെയ്യുന്നത്. നോക്കിയതാ കറക്റ്റ്. ഇതിപ്പം ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുത്ത്. ഇനി ബാക്കി ഷേപ്പും ബാക്കിയെല്ലാം സെയിം. ഇനി നെക്കിൻ്റെ വശമാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ബാക്ക് വേറെ ഫ്രണ്ട് വേറെ ആയിട്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇനി ഇതാ നമുക്ക് സൈഡിൽ ഇതാ നെക്ക് നമ്മുടെ ഷേപ്പില്ലേ നോക്കിയേ, അവിടെ നിന്ന് നമ്മൾ ഇതില്ലേ കൈൻ്റെ അവിടെ അല്ല കൈൻ്റെ അല്ല നമ്മുടെ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടില്ല, അവിടെ നിന്ന് അങ്ങോട്ട് ചെരിച്ച് സ്ട്രൈറ്റ് ലൈനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് താഴെ വരെ. എന്നിട്ടിതാ ആ ജസ്റ്റ് ഒന്ന് കട്ടാക്കി എടുക്കുന്നത് ജസ്റ്റ് ഒരു ഷേപ്പ് പോലെ. പക്ഷേ ഭയങ്കര എന്താ പറയുക ചുരിദാറെല്ലാം പോലെ കറക്റ്റ് ഫിറ്റിൽ നിൽക്കുന്ന ടോപ്പൊന്നുമല്ല, കുറച്ചൊരു ലൂസായിട്ട് നല്ല മോഡേൺ ആയിട്ട് നിൽക്കുന്നൊരു ടോപ്പാണ് ഇത്. അപ്പോൾ ഞാൻ ഇത് എനിക്ക് ആവുമെങ്കിൽ ഞാൻ ഇട്ടിട്ടുള്ളൊരു പിക്കും കൂടി ലാസ്റ്റ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇത് കൈൻ്റെ ആ ഒരു വശം ഒന്ന് സ്ട്രൈറ്റ് ആക്കി കൊടുത്തതാണ്, അല്ലാണ്ട് വേറൊന്നും ചെയ്തതല്ല. അവിടെ കുറച്ചൊരു വലിപ്പക്കുറവ് കണ്ടതുകൊണ്ട് സ്ട്രൈറ്റ് ആക്കി കൊടുത്തത്. ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് കയ്യും ഇതെല്ലാം വേണ്ടത് അത് കണക്കാക്കി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നോക്കിയേ, ബാക്ക് നെക്ക് കട്ട് ചെയ്ത് എന്നിട്ട് ഫ്രണ്ട് പീസ് മാത്രം പിടിച്ചിട്ട് ബാക്കില്ലേ ഫ്രണ്ട് പീസ് മാത്രം പിടിച്ചിട്ട് ആണ് ഞാനിത് ഫ്രണ്ടിൻ്റെ എന്നറിയാനി മുമ്പിലുള്ള നെക്ക് കട്ട് ചെയ്തത്. ഇനിയിപ്പോൾ സ്ലീവ് നല്ല വീതിയുള്ള സ്ലീവാണ്. അപ്പോൾ അത് മാത്രമല്ല ഇതിൻ്റെ ഇത് നോക്കിയേ ഒരു ലെവലില്ല ഈ പീസ്. അപ്പോൾ അത് നമുക്കൊന്ന് സ്ട്രൈറ്റ് ആക്കിയിട്ട് നല്ലൊരു ലെവലാക്കി എടുക്കുക കേട്ടോ. നമുക്കിപ്പോൾ ഈ കൈക്കുഴി അങ്ങനത്തൊന്നും വേണ്ടിയില്ല, നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസ് തന്നെയാണ് കേട്ടോ ഇത് വേണ്ടത്. അപ്പോൾ ഇതിന് ഈ കൈക്കുഴി അങ്ങനത്തൊന്നും ഇല്ല ഈ ഒരു ടോപ്പിന്. നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ എങ്ങനെയാണ് വരുന്നതെന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു വർഷത്തോളമായി ഞാൻ ഈ സ്റ്റിച്ചിങ് രംഗത്തേക്ക് ഇറങ്ങിയിട്ട് തന്നെ എന്താ വെച്ചാൽ വിശേഷവും റെസ്റ്റും ഇതെല്ലാം ആയിട്ട് ഫുള്ള് സൈഡായിട്ട് തന്നെ. പിന്നെ അതുമാത്രമല്ല സെക്ഷൻ ആയിരുന്നു. അപ്പോൾ 3-4 മാസമായി ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട്. അപ്പോൾ കുഞ്ഞിനും എല്ലാം കൂടിയിട്ടൊന്നും ആവുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ച് നമുക്കറിയുന്നൊരു കാര്യം നമ്മൾ അറിഞ്ഞും കൊണ്ടെന്ന് വെച്ചാൽ മക്കൾക്കും വേണ്ടി മക്കളെ നോക്കണം, അതിൻ്റെ കൂടെ നമുക്കെന്താണോ ഇഷ്ടമുള്ളൊരു കാര്യം അതിലും കൂടി നമ്മൾ ഇറങ്ങണ്ടേ. അല്ലേ നമ്മുടെ വെറും കുട്ടികളെ നോക്കിയിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാണ്ടായിപ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് കിട്ടിയ ടൈമിന് ജസ്റ്റ് എൻ്റെതായൊരു മോഡലിന് ഞാൻ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ക്രോസ് പീസ് ആ ഒരു സ്കെയിലിൻ്റെ അളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ എങ്ങനെയാണ് എടുത്തതെന്നുള്ളതെല്ലാം ചെരിച്ചിട്ട് ഇങ്ങനെ കട്ടാക്കി എടുക്കുകയാണ് കേട്ടോ ക്രോസ് പീസെല്ലാം. ഇനി ഞാൻ ഈ നെക്കിൻ്റെ അവിടെ എനിക്ക് ചെറിയൊരു കട്ടാക്കലൊന്ന് വിട്ടുപോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഈ സിബ് വെക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച്, അപ്പോൾ സിബ് വെക്കാത്തവർക്ക് ഞാൻ ചെയ്ത് അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ സിബ് വെക്കുന്നുണ്ട് 1/4 ഇഞ്ച് അകലത്തിലൊരു മാർക്ക് കൊടുത്തിട്ട് അവിടത്തേക്ക് വി മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനിതാ പറയുന്നതിന് മനസ്സിലായാലും നിങ്ങൾ കട്ട് ചെയ്യുന്ന കറക്റ്റ് ഉണ്ട്. നോക്കിയേ 1/4 ഇഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വശവും 1/4 ഇഞ്ച് 1/4 ഇഞ്ചായിട്ട് നിവർത്തിക്കഴിഞ്ഞാൽ 1/2 ഇഞ്ചോളമായി. എന്ന് വെച്ചാൽ നമ്മൾ സിബ് വെക്കുന്നൊരു 1/4 ഇഞ്ചോളം അങ്ങനെ പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ്
ജസ്റ്റ് ഒരു വി, അല്ലാണ്ട് കറക്റ്റ് വി ഒന്നുമല്ല. ഇനി നമുക്ക് എത്രയാണോ സിബിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 7 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 7 ഇഞ്ച് പ്ലസ് ഒരു അര ഇഞ്ചും കൂടി കൂടുതൽ എടുക്കുക. അപ്പോൾ 7.5 ഇഞ്ചോളം ഞാൻ സിബിൻ്റെ കട്ട് ചെയ്യേണ്ട വശം എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിലോട്ടേക്ക് മറിച്ചിട്ടിട്ട് ജസ്റ്റ് തയ്ച്ചെടുക്കണം. അതിനാണ് 7.5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. നോക്കിയതാ, കറക്റ്റ് ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ സിബാണ് ഇതിൽ വെക്കുന്നത്. നമുക്ക് സിബ് വെക്കാം. അപ്പോൾ സിബ്ബർ ഫൂട്ട് അതിൽ വെച്ചതിന് ശേഷം, അപ്പോൾ 2 സൈഡ് സിബ്ബർ ഫൂട്ടാണ് അത് വന്നിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഈ നെക്കിൻ്റെ പോർഷൻ നമ്മൾ നിവർത്തി വെച്ച് അതിൽ സിബ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കറക്റ്റ് നിങ്ങൾ നോക്കിക്കോ. ഇൻവെസിബിൾ സിബ്ബാണ് വെക്കുന്നത്. കറക്റ്റ് ഇതാ നമ്മൾ എങ്ങനെയാണോ സിബ് വേണ്ടത് അതുപോലെ തന്നെ ഈ സിബിൻ്റെ നല്ല വശം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് നിവർത്തി വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എത്ര വരെയാണോ വേണ്ടത് അത് കറക്റ്റ് അളവ് കറക്റ്റായിട്ട് തന്നെ വെച്ചതിന് ശേഷം അടിയിലൊരു മുട്ടുപിന്നില്ലേ അത് നമുക്കൊന്ന് കുത്തി ഒന്ന് സെക്യൂർ ആക്കി വെക്കാം. എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതിനാണ് അതിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നോക്കിയേ, ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നോക്കിയേ. ഇതാ വെച്ചതിന് ശേഷം ഇതാ അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. സിബിനെ ഏത് വശമാണോ ഏത് സ്ലീവിൻ്റെ വശത്തേക്ക് നമുക്ക് സിബറിൻ്റെ ആ ഒരു ഇതില്ലേ എന്താ പറയുക, പറയാൻ എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളിത് കാണുന്ന നേരം നിങ്ങൾക്ക് മനസ്സിലാവും. കറക്റ്റ് നോക്കിയതാ എങ്ങനെയാണ് മറിച്ചിടുന്നത് എന്നുള്ളതാ. അത് നിങ്ങൾക്ക് തിരിഞ്ഞിക്കില്ല, ഒന്നും കൂടി ബാക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അങ്ങനെ ഇതാക്കിയതിന് ശേഷം പിന്നെ വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ 7 ഇഞ്ച് വരെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അര ഇഞ്ച് അവിടെ മാറ്റി വെക്കണം കേട്ടോ. നമ്മൾ 7.5 കട്ട് ചെയ്തിട്ടില്ലേ, അപ്പോൾ അര ഇഞ്ച് മാറ്റി വെച്ചിട്ട് 7 ഇഞ്ച് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പോവാം. ഇതാ 2 സൈഡും അതുപോലെ തന്നെ 7 ഇഞ്ച് വരെ കട്ട് ചെയ്ത 7 ഇഞ്ച് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. എത്രയാണോ ഓപ്പൺ വേണ്ട അത്ര വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇത് നോക്കിയേ, ഇപ്പുറത്തെ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ എനിക്ക് സബ്സ്ക്രൈബേഴ്സിൽ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നല്ല നല്ല വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കുക. ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇടണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. നോക്കാം, എൻ്റെ അടുത്ത് കുറേ മാക്സി ഉണ്ട്, എല്ലാം ഓരോന്ന് പരീക്ഷിക്കാം. ഇതിപ്പോൾ പെട്ടെന്ന് എനിക്കൊന്ന് തോന്നിയത് ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്. പിന്നെ നമുക്കിപ്പോൾ ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലല്ലോ. ഇപ്പോൾ ഇതാ സിബിൻ്റെ 2 സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതാ അതിൻ്റെ അടിഭാഗം ആ ഒരു ഓപ്പൺ ഇല്ലേ, താഴെയുള്ള ഓപ്പൺ അതിൻ്റെ ഉള്ളിലോട്ട് ഈ ബാക്ക് സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഓപ്പണിന് എന്ത് ചെയ്യണം, ഇതാ കറക്റ്റ് പിടിച്ചിട്ട് ഒരു ക്രോസ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നോക്കി ഇതാ ഈ ഒരു ഓപ്പണ് കറക്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് വശം കാണുന്നൊരു ചെറിയ ചുളിവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കയ്യോ നമ്മൾ ചെയ്യുന്നേരം മാത്രം എന്താണ് ചുളിവ്. അപ്പോൾ ഇത് നോക്കി, ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ചുളിവും കാര്യമൊന്നും ഇല്ലല്ലോ, പെർഫെക്റ്റ് എന്നുള്ള പറയാനുള്ള ആ ഒരു രീതിയിലില്ലേ. എന്തുകൊണ്ട് നല്ലോണം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഇസ്തിരിപ്പെട്ടി എടുക്കുക, കറക്റ്റ് വെക്കുക, നല്ലോണം ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ആര് സ്റ്റിച്ച് ചെയ്താലും നല്ല പെർഫെക്റ്റ് ലുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ യോജിപ്പിക്കുക കേട്ടോ. ഇപ്പോൾ നല്ല വശവും ഫ്രണ്ടിൻ്റെ നല്ല വശവും ബാക്കിൻ്റെ നല്ല വശവും തമ്മിൽ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതാ ഈ ബാക്കിൽ കാണുന്ന മോശവശമാണ്. ആ മോശവശത്തൂടെ നമുക്ക് 2 സ്റ്റിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ 2 സൈഡും ഞാനിതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ നെക്ക് ഞാനിവിടെ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് മുമ്പേ എക്സ്ട്രാ വരുന്ന സിബിൻ്റെ ഈ പോർഷനില്ലേ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കറക്റ്റ് നെക്കിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ക്രോസ് പീസ് എങ്ങനെ വെക്കാമെന്നൊക്കെ ഇത് നോക്കിയേ. ഇതാ ഈ വെക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ വെച്ച് ഇതാ നേരെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ക്രോസ് പീസ് എങ്ങനെയാണ് വെക്കേണ്ട ആ ഒരു വീഡിയോയിൽ ഞാൻ ഇതിന് മുന്നേ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു സൈഡ് മടക്കിയിട്ട് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒറ്റ സൈഡ് മാത്രമാണ് മടക്കി വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് നെക്കുമായിട്ട് യോജിപ്പിക്കാം കേട്ടോ. ഇത് നോക്കിയേ, അര ഇഞ്ച് പുറത്തേക്ക് തള്ളി വെച്ചതിന് ശേഷം ഈ സ്റ്റിച്ച് ചെയ്യാത്ത വശമില്ലേ, അപ്പോൾ നല്ല വശവുമാണ് വെക്കുന്നത്. അതൊന്ന് നോക്കണേ. അപ്പോൾ ഇതിൻ്റെ ഈ പുറമേ കാണുന്നത് മോശവശമാണ്. അപ്പോൾ നല്ല വശവും യോജിപ്പിച്ച് വെച്ചിട്ട് ചുറ്റും ഒന്ന് ഒരു 1/4 ഇഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നോക്കിയേ, ഇതാ ഫുള്ള് ചുറ്റും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു വശയിലെ റൗണ്ട് ചുറ്റും ഓരോ ചെറിയ കട്ടൊന്ന് കൊടുക്കുക. എന്താ വെച്ചാൽ നമ്മൾ പൈപ്പിങ്ങിന് മടക്കി സ്റ്റിച്ച് തയ്ക്കുന്ന നേരം ഈ ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചുറ്റും ഓരോ ചെറിയ കട്ട് കൊടുക്കുക കേട്ടോ. അതുമാത്രമല്ല ഇതാ ഇപ്പുറത്തെ സൈഡ് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് വേണേൽ നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് കറക്റ്റ് വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന നേരം ഒരു ബോറായിരിക്കും കേട്ടോ. ഇത് നോക്കിയതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് മടക്കുന്നതെന്ന് കറക്റ്റ് നോക്കിയേ. ഇതാ ഇങ്ങനെ ഒരു പൈപ്പിങ് ഒരു 1/4 ഇഞ്ചോളം പൈപ്പിങ് വരണം.
നമ്മൾ കാലിഞ്ചല്ലേ സ്റ്റിച്ച് ചെയ്തത്, ആ ഒരു കാലിഞ്ച് തന്നെ ഈ പൈപ്പിങ് വരുന്ന രീതിയിലാണ് മടക്കേണ്ടത്. ഇപ്പോൾ എക്സ്ട്രാ ഒരു അരയിഞ്ച് ഇട്ടിട്ടില്ല, അത് ഉള്ളിലോട്ടേക്ക് മടക്കി അതുപോലെ സ്റ്റിച്ച് നമ്മൾ നെക്ക് തയ്ച്ചിട്ടില്ലേ ആ വശം ഈ പൈപ്പിങ്ങിൻ്റെ ഉള്ളിലായിട്ടാണ് വരേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇതാ മുകളിലെ വശം മടക്കി കഴിഞ്ഞാൽ നല്ല നീറ്റ് ഉണ്ടാവും കേട്ടോ. നോക്കിയതാ ബാക്ക് വശം ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, ഇതാ സ്റ്റിച്ച് ഉള്ളിലേക്കാക്കി എന്നിട്ടിതാ ഫ്രണ്ടിലുള്ള പീസ് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം മറ്റേ പീസ് മടക്കിയിട്ടൊന്ന് ചുറ്റുമൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ പൈപ്പിങ്ങിലും ആവരുത്, അതുപോലെ ഈ ടോപ്പിൻ്റെ പീസിലും ആവാതെ ആ ഒരു മധ്യത്തിൽ വെച്ചിട്ട് വേണം ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നാലും മധ്യത്തിൽ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ടോപ്പിൻ്റെ പീസിലായാലും സാറിൽ ഈ പൈപ്പിങ്ങിലേക്ക് സ്റ്റിച്ച് വരരുത്, അത് ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് നന്നായി അയൺ ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ട സ്ലീവ് തമ്മിൽ യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും ഇത് വളരെ സിമ്പിളാണെന്ന് പറയുന്നത്. ഇത് ഈ ഒരു മാക്സിക്ക് നല്ല ഭംഗിയുള്ള സ്ലീവ് ഉള്ളതുകൊണ്ടല്ലേ ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയതെന്ന്. അത് ശരിയാണ്, പക്ഷേങ്കിൽ ഈ ഒരു നെറ്റ് നമ്മൾ ലേസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ലീവ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലീവ് ചെയ്യാവുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ആക്കുക. അതുപോലെ നമുക്ക് സ്ലീവ് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഷോൾഡർ പ്ലസ് എക്സ്ട്രാ കുറച്ച് സ്ലീവിൻ്റെയും കൂടി ഉണ്ട് ഈ ടോപ്പിൽ. എന്നിട്ട് ബാക്കി വരുന്ന സ്ലീവാണ് നമ്മുടെ ആ ഒരു പീസ് എടുത്തിട്ടുള്ളൂ സ്ലീവിൻ്റെയിൽ. അപ്പോൾ എക്സ്ട്രാ കൂടുതലാണ് കട്ടാക്കുക. നമുക്ക് നോക്കുന്നേരം കറക്റ്റാണ് കേട്ടോ. എനിക്ക് 16 ഇഞ്ചാണ് സ്ലീവ് വേണ്ടത്, 3/4 7 ഇഞ്ച് ഷോൾഡറും. അപ്പോൾ 16 + 7 എത്രയാ? 23 വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇത് കറക്റ്റ് 23 വന്നത്. പക്ഷേ തയ്യൽ തുമ്പ് കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തയ്യൽ തുമ്പും കണക്കാക്കിയിട്ട് 24 വേണം. പക്ഷേങ്കിൽ 23 കൊണ്ട് കിട്ടിയതുപോലെ എടുത്തിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് മറ്റുള്ള അളവുകളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. എന്നിട്ട് നോക്കിയേ, ആ ടോപ്പിൻ്റെ ഒരു സ്ലീവിൻ്റെ ആ ഒരു വശത്തിനേക്കാളും കൂടുതൽ വീതിയുണ്ട് ഈ ഒരു സ്ലീവ്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വലിയൊരു സ്റ്റിച്ച് വെച്ചിട്ട് തയ്ച്ചേരം തന്നെ ഫുള്ളൊന്ന് ചുരുക്കം വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് കൂടുതലാണെങ്കിൽ ഇതാ 2 വശത്തുനിന്ന് നൂല് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ കെട്ടിടാണ്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ ആ ഒരു സ്ലീവിന് ഫുൾ ഫസ്റ്റ് തന്നെ. എന്നിട്ട് കറക്റ്റ് ആ ഒരു ടോപ്പിൻ്റെ ആ സ്ലീവിൻ്റെ അതേ അളവാക്കിയതിന് ശേഷം നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. 2 സ്ലീവ് ഒന്ന് തയ്ച്ചെടുക്കാം. ഇനി വേണ്ട വെച്ചാൽ ഇതാ സ്ലീവ് മുതൽ ടോപ്പിൻ്റെ താഴ്വശം വരെ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടു. പിന്നെ താഴ്വശവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് റെഡി. വളരെ സിമ്പിളാണ്, ഏതൊരാൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്ക് ഇങ്ങനെ പൈപ്പിങ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ചിലവരെങ്കിലും വിചാരിക്കൂ ഇപ്പോൾ തയ്ക്കാൻ അറിയാത്തവർക്കു തയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പിംഗ് എല്ലാം ഇപ്പോൾ തയ്ക്കാൻ അറിയാത്തവർക്ക് അറിയാൻ പറ്റും. നിങ്ങൾ പൈപ്പിംഗ് വെക്കണം എന്നില്ല. പൈപ്പിംഗ് വെക്കാണ്ട് നമ്മൾ സാധാ മറിച്ച് തയ്ക്കലില്ലേ, ചുരിദാറെല്ലാം തയ്ക്കുന്നത് പോലെ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ പൈപ്പിങ് വേണം യാതൊരു നിർബന്ധമില്ല. അതുപോലെ ഇഷ്ടമുള്ള സ്ലീവും കൊടുക്കുക കേട്ടോ. അതെല്ലാം നമ്മുടെ ഓപ്ഷനാണ്. അപ്പോൾ ഒരു ടോപ്പിനെ എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ എങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു മോഡൽ നമ്മൾ കണ്ട് അതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഇങ്ങനെയാ പാടുള്ളൂ അങ്ങനെ ഒരു നിയമങ്ങളും ഇല്ല. അത് ഓരോരുത്തരുടെ ഐഡിയ പ്രകാരം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ആക്കണം. പിന്നെ താഴെ മടക്കി അടിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ചുറ്റും ഒന്ന് മടക്കി അടിക്കാൻ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായി അയൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നിൽക്കും കേട്ടോ. ഇതൊരു നല്ലൊരു റയോൺ തുണിയാണ്, നല്ലൊരു രസമുള്ള എന്നൊരു സുഖമുള്ളൊരു റയോൺ തുണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതെല്ലാം ഞാൻ പരിഹരിക്കുന്നതായിരിക്കും. നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.